കേവലം 80,000 മാത്രം ജനസംഖ്യയുള്ള സ്യൂട്ട എന്ന ചെറിയ സ്പാനിഷ് നഗരത്തിലേക്ക് ഒറ്റ ദിവസം കൊണ്ട് ഇരച്ചു കയറിയത് 50,000-നോടടുത്ത ആളുകളാണ്. വിശ്വസിക്കാൻ പ്രയാസം തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? യൂറോപ്പിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ അതിർത്തി കടന്നുകയറ്റം ആണ് ഇത്. വടക്കേ ആഫ്രിക്കൻ തീരത്തുള്ള ആ ഇടുങ്ങിയ അതിർത്തിയിൽ ആയിരക്കണക്കിന് മനുഷ്യർ ആക്രോശിച്ചുകൊണ്ട് മുന്നോട്ട് കുതിക്കുന്നു. കയ്യിൽ കല്ലുകളും വടികളുമായി അവർ അതിർത്തിയിലെ ഭീമാകാരമായ മുള്ളുവേലികൾ തകർത്തെറിയുന്നു. കടലിലെ ആഴമേറിയ തിരമാലകളെ പോലും വകവയ്ക്കാതെ നൂറുകണക്കിന് ആളുകൾ ആവേശത്തോടെ നീന്തിക്കടക്കാൻ ശ്രമിക്കുന്നു. ആ രോഷത്തിന്റെയും ആവേശത്തിനും ഇടയിൽ 18ഓളം നിരപരാധികളായ മനുഷ്യർ കടലിൽ മുങ്ങി മരിക്കുന്നു. യൂറോപ്പിന്റെ സർവ്വ സജ്ജീകരണങ്ങളുമുള്ള ഭീമാകാരമായ സുരക്ഷാ സംവിധാനങ്ങളെ നിമിഷ നേരം കൊണ്ട് തകർത്തുകൊണ്ട് ഒരു വൻകരയുടെ അതിർത്തികളെ തന്നെ നിശ്ചലമാക്കിയ ഈ നീക്കത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് ആരാണ്? ഇത് കേവലം ജീവനും ജീവിതത്തിനും വേണ്ടി തെരുവിലിറങ്ങിയ അഭയാർത്ഥികളുടെ പ്രതിസന്ധി മാത്രമാണോ? അതോ ആഫ്രിക്കയും യൂറോപ്പും തമ്മിൽ ആഴത്തിൽ നടക്കുന്ന വലിയൊരു ഭൂരാഷ്ട്രീയ കളിയുടെ അനന്തരഫലമാണോ? യൂറോപ്യൻ യൂണിയന്റെ സുരക്ഷാ അടിത്തറയെ തന്നെ കുലുക്കിയ, ആഗോളതലത്തിൽ വൻ നയതന്ത്ര യുദ്ധത്തിന് വഴിവെച്ച ഈ അടിയൊഴുക്കുകളുടെ ഞെട്ടിപ്പിക്കുന്ന സത്യങ്ങൾ അറിയാൻ ഈ വീഡിയോ അവസാനം വരെ കാണുക. യഥാർത്ഥത്തിൽ എന്താണ് ഈ സ്യൂട്ട? എന്തുകൊണ്ടാണ് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ നിന്നുള്ള ലക്ഷക്കണക്കിന് കുടിയേറ്റക്കാർ ഈ നഗരത്തെ തങ്ങളുടെ പ്രധാന ലക്ഷ്യസ്ഥാനമാക്കുന്നത്? ഭൂമിശാസ്ത്രപരമായി നോക്കിയാൽ സ്യൂട്ട സ്ഥിതി ചെയ്യുന്നത് വടക്കേ ആഫ്രിക്കയിലെ മൊറോക്കൻ അതിർത്തിയോട് ചേർന്നാണ്. എന്നാൽ ഈ പ്രദേശം സ്പെയിനിന്റെ പൂർണ്ണ ഭരണത്തിന് കീഴിലുള്ള ഒരു സ്പാനിഷ് എൻക്ലേവ് ആണ്. അതായത് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ യൂറോപ്യൻ യൂണിയനുള്ള ഒരേയൊരു കര അതിർത്തിയാണ് സ്യൂട്ടയും തൊട്ടടുത്തുള്ള മെലിലയും. ആഫ്രിക്കയിൽ നിൽക്കുന്ന ഒരാൾക്ക് ആ മുള്ളുവേലി കടന്നാൽ ചവിട്ടി നിൽക്കാൻ സാധിക്കുന്നത് സ്പെയിനിന്റെ മണ്ണിന് മുകളിലാണ്. അതായത് യൂറോപ്യൻ യൂണിയന്റെ നിയമപരമായ സംരക്ഷണത്തിലേക്ക് അവർ നേരിട്ട് പ്രവേശിക്കുന്നു. കഴിഞ്ഞ ജൂലൈ 30 അവിടെ നടന്നത് അഭൂതപൂർവമായ സംഭവ വികാസങ്ങളാണ്. കേവലം മണിക്കൂറുകൾക്കുള്ളിൽ 49,000-ഓളം ആളുകളാണ് സ്യൂട്ടയുടെ അതിർത്തി തകർത്ത് അകത്തു കടന്നത്. യുവാക്കൾ മാത്രമല്ല, സ്ത്രീകളും കുഞ്ഞുങ്ങളും അടങ്ങുന്ന ആയിരക്കണക്കിന് കുടുംബങ്ങൾ. ഇത്രയധികം ആളുകൾ ഒരുമിച്ച് ഇരച്ചു കയറിയതോടെ സ്യൂട്ടയിലെ താൽക്കാലിക അഭയകേന്ദ്രങ്ങളും ക്യാമ്പുകളും നിമിഷ നേരം കൊണ്ട് നിറഞ്ഞു കവിഞ്ഞു. അതിർത്തി നഗരത്തിന്റെ തെരുവുകൾ അഭയാർത്ഥികളാൽ നിറഞ്ഞു. കടുത്ത ഭക്ഷണക്ഷാമവും ശുദ്ധജലക്ഷാമവും പ്രദേശത്ത് ക്രമസമാധാന നില തകർത്തു. തെരുവുകളിൽ അക്രമാസക്തയായ സംഭവങ്ങൾ പടർന്നു പിടിച്ചു. സ്ഥിതിഗതികൾ കൈവിട്ടുപോയതോടെ സ്പെയിൻ സർക്കാർ അടിയന്തര പ്രാധാന്യത്തോടെ അവിടെ സൈന്യത്തെ വിന്യസിച്ചു. കടലിലും കരയിലും യുദ്ധസമാനമായ സാഹചര്യമായിരുന്നു. നാവികസേനയുടെ പെട്രോൾ സംവിധാനം, പോരാട്ട ഡൈവിംഗ് ടീമുകൾ, ഹെലികോപ്റ്ററുകളും സ്യൂട്ടയുടെ ആകാശത്തും കടലിലും സർവത്ര നിരീക്ഷണം ഏർപ്പെടുത്തി. പക്ഷേ എന്തുകൊണ്ടാണ് പെട്ടെന്ന് ഇത്രയധികം ആളുകൾ ജീവൻ പണയം വെച്ചുകൊണ്ട് ഈ മുള്ളുവേലികൾക്ക് മുകളിലേക്ക് ചാടി വീണത്? ഇവിടെയാണ് കഥയിലെ യഥാർത്ഥ ട്വിസ്റ്റ് ആരംഭിക്കുന്നത്. ഉപജീവനവും സുരക്ഷയും തേടിയുള്ള ആഫ്രിക്കൻ ജനതയുടെ ദാരിദ്ര്യവും രാഷ്ട്രീയ അസ്ഥിരതയും തൊഴിലില്ലായ്മയും ഈ പ്രതിസന്ധിയുടെ ഒരു വശം മാത്രമാണ്. മെച്ചപ്പെട്ട ജീവിതം അത് നേടാൻ യൂറോപ്പിലേക്ക് അവർ പോവാൻ ആഗ്രഹിക്കുന്നു. അതാണ് സത്യം. എന്നാൽ ആ കടന്നുകയറ്റത്തിന് പിന്നിൽ ഇതിനേക്കാൾ വലിയ ചില നയതന്ത്രങ്ങളും നിയമപരമായ വിടവുകളും ഉണ്ട്. ആദ്യത്തെ കാരണം സ്പെയിൻ സുപ്രീം കോടതിയുടെ സമീപകാലത്തെ വിപ്ലവകരമായ ഒരു വിധിയാണ്. കടലിൽ കുടുങ്ങുന്ന കുടിയേറ്റക്കാരെ അടിയന്തരമായിട്ട് അല്ലെങ്കിൽ നിർബന്ധപൂർവം മൊറോക്കോയിലേക്ക് തിരിച്ചയക്കാൻ സ്പാനിഷ് അധികൃതർക്ക് കഴിയില്ല എന്ന് കോടതി ഉത്തരവിട്ടു. ഈ വിധി അന്താരാഷ്ട്ര മനുഷ്യക്കടത്തുകാർ തരം പോലെ ദുരുപയോഗം ചെയ്തു. ഒരിക്കൽ സ്യൂട്ടയുടെ അതിർത്തി കടന്നാൽ പിന്നെ തങ്ങളെ സ്പെയിൻ തിരിച്ചയക്കില്ല എന്ന വ്യാജ പ്രചരണം പടർന്നു പിടിച്ചതോടെ ആളുകൾ കൂട്ടത്തോടെ കടലിലേക്ക് എടുത്തു ചാടി. ട്വിസ്റ്റ് അതെന്താണെന്ന് അറിയാമോ? രണ്ടാമത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ ഘടകം മൊറോക്കോയുടെ നയതന്ത്ര നിലപാടാണ്. അതായത്
ചരിത്രപരമായി സ്യൂട്ടയെയും മെലില്ലയെയും തങ്ങളുടെ സ്വന്തം പ്രദേശങ്ങളായാണ് മൊറോക്കോ കണക്കാക്കപ്പെടുന്നത്. അതിർത്തിയിലെ സുരക്ഷാ മാനദണ്ഡങ്ങൾ എപ്പോൾ അയക്കണം, എപ്പോൾ ശക്തമാക്കണം എന്നത് മൊറോക്കോയുടെ കയ്യിലെ വലിയൊരു നയതന്ത്ര ആയുധമാണ്. അടുത്തിടെ മൊറോക്കോയുടെ എതിരാളികളായ അൾജീരിയയുമായി നയതന്ത്ര വാതക ബന്ധങ്ങൾ ശക്തമാക്കാൻ സ്പെയിൻ നീക്കങ്ങൾ നടത്തിയിരുന്നു. ഇതിൽ കടുത്ത അമർഷത്തിലായിരുന്ന മൊറോക്കോ അതിർത്തി സുരക്ഷയിൽ തന്ത്രപരമായ അയവ് വരുത്തി. അതിർത്തിയിലെ കാവൽക്കാർ കണ്ണടച്ചതോടെ 10,000-കണക്കിന് കുടിയേറ്റക്കാർക്ക് സ്പാനിഷ് അതിർത്തിയിലേക്ക് യാതൊരു തടസ്സവുമില്ലാതെ മുന്നേറാൻ വഴി തുറന്നു. അതായത് ഇത് കേവലം അഭയാർത്ഥികളുടെ കുടിയേറ്റമല്ല, ഭൗമരാഷ്ട്രീയത്തിൽ സ്വന്തം സ്വാധീനം ഉറപ്പിക്കാൻ മൊറോക്കോ ഉപയോഗിച്ച കൃത്യമായൊരു ഹൈബ്രിഡ് തന്ത്രം അത് മാത്രമാണിത്. ഈ വൻ കുടിയേറ്റ പ്രവാഹം സ്പെയിനിന്റെ രാഷ്ട്രീയത്തിൽ വൻ ഭൂകമ്പമാണ് സൃഷ്ടിച്ചത്. സ്പെയിനിലെ പെട്രോ സാഞ്ചസിന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ഭരണകൂടം കടുത്ത ആഭ്യന്തര വിമർശനങ്ങൾക്ക് ഇരയായി കൊണ്ടിരിക്കുകയാണ്. സർക്കാരിന്റെ അയഞ്ഞ കുടിയേറ്റ നയങ്ങളാണ് അതിർത്തിയിലെ സുരക്ഷ തകർത്തത് എന്ന് പ്രതിപക്ഷ കക്ഷികളും സുരക്ഷാ ഉദ്യോഗസ്ഥരും പരസ്യമായി കുറ്റപ്പെടുത്തുന്നു. 2015 യൂറോപ്പ് നേരിട്ട ചരിത്രത്തിലെ ഏറ്റവും വലിയ അഭയാർത്ഥി പ്രതിസന്ധിയുടെ കറുത്ത ഓർമ്മകൾ വീണ്ടും തിരിച്ചെത്തുകയാണ്. അന്ന് ദശലക്ഷക്കണക്കിന് ആളുകൾ യൂറോപ്പിലേക്ക് ഒഴുകിയെത്തിയത് അവിടുത്തെ സാമൂഹിക സാമ്പത്തിക ഭരണഘടനാ വ്യവസ്ഥകളെ പിടിച്ചുലച്ചിരുന്നു. കോടികൾ ചെലവഴിച്ച നിർമ്മിച്ച യൂറോപ്പിന്റെ സംയോജിത അതിർത്തി മാനേജ്മെന്റ് സംവിധാനങ്ങളുടെ വൻ പോരായ്മയാണ് സ്യൂട്ടയിൽ വീണ്ടും തുറന്നു കാട്ടപ്പെട്ടത്. ഈ സംഭവം പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെ വിറച്ചുകൊണ്ട് രംഗത്തെത്തിയത് ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയാണ്. അനധികൃത കുടിയേറ്റം യൂറോപ്പിന്റെ ആകെ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്ന് പ്രഖ്യാപിച്ച മെലോണി അടിയന്തര നടപടികൾ വേണമെന്ന് ആവശ്യപ്പെട്ടു. ആവശ്യമാണെങ്കിൽ സ്പെയിനുമായുള്ള ഷെങ്കൻ സ്വാതന്ത്ര്യ യാത്രാ മേഖല താൽക്കാലികമായി റദ്ദാക്കണമെന്ന അങ്ങേയറ്റം കടുത്ത നിർദ്ദേശം വരെ അവർ മുന്നോട്ട് വെച്ചതായാണ് റിപ്പോർട്ടുകൾ. യൂറോപ്യൻ രാജ്യങ്ങൾക്കിടയിൽ കുടിയേറ്റ നയത്തെ ചൊല്ലിയുള്ള ഭിന്നത എത്രത്തോളം രൂക്ഷമാണ് എന്നത് വ്യക്തമാക്കുന്നതായിരുന്നു ഈ പ്രസ്താവനകൾ. ഒരു വശത്ത് അന്താരാഷ്ട്ര മനുഷ്യാവകാശങ്ങൾ, നിയമങ്ങൾ അനുസരിച്ച് അഭയാർത്ഥികളുടെ ജീവനും മനുഷ്യാവകാശങ്ങളും സംരക്ഷിക്കപ്പെടണം. മറുവശത്ത് പരമാധികാര രാഷ്ട്രങ്ങൾക്ക് അവരുടെ അതിർത്തി സുരക്ഷയും ക്രമസമാധാനവും നിലനിർത്താനുള്ള ഉത്തരവാദിത്വമുണ്ട്. ഈ രണ്ട് ഘടകങ്ങളും തമ്മിൽ എങ്ങനെ സന്തുലിതാവസ്ഥ കണ്ടെത്തുമെന്ന വലിയ ചോദ്യത്തിന് മുന്നിലാണ് യൂറോപ്യൻ യൂണിയൻ ഇന്ന് പതറി നിൽക്കുന്നത്. സ്യൂട്ടയിൽ അരങ്ങേറിയ ഈ അതിക്രമിച്ചു കയറ്റം കേവലം ഒറ്റപ്പെട്ടൊരു അതിർത്തി സംഭവമല്ല. ഇത് ഗ്ലോബൽ നോർത്തും അതുപോലെ തന്നെ ഗ്ലോബൽ സൗത്തും തമ്മിൽ നിലനിൽക്കുന്ന സാമ്പത്തിക സാമൂഹിക അസമത്വങ്ങളുടെ നേർക്കാഴ്ചയാണ്. ആഫ്രിക്കൻ രാജ്യങ്ങളിലെ ദാരിദ്ര്യത്തിനും അസ്ഥിരതയ്ക്കും ശാശ്വത പരിഹാരം കാണാതെ അതിർത്തിയിൽ മുള്ളുവേലികൾ ഉയർത്തിയത് കൊണ്ട് മാത്രം ഈ ഒഴുക്ക് തടയാൻ യൂറോപ്പിന് കഴിയില്ല എന്നതാണ് വസ്തുത. വരും നാളുകളിൽ യൂറോപ്യൻ യൂണിയൻ തങ്ങളുടെ കുടിയേറ്റ നയങ്ങളിൽ വരുത്തുന്ന കടുത്ത മാറ്റങ്ങളും മൊറോക്കോ അടക്കമുള്ള ഉത്തര ആഫ്രിക്കൻ രാജ്യങ്ങളുമായുള്ള നയതന്ത്ര ചർച്ചകളും മാത്രമായിരിക്കും സ്യൂട്ടയുടെ ഭാവി നിർണ്ണയിക്കുക. പക്ഷേ ഇവിടെ ഒരു ചോദ്യം ബാക്കിയാവുകയാണ്. അതിർത്തി സുരക്ഷ ഉറപ്പാക്കാൻ രാജ്യങ്ങൾ കടുത്ത നിലപാടുകൾ എടുക്കുമ്പോൾ അതിനിടയിൽ ചതച്ചരയ്ക്കപ്പെടുന്ന അന്താരാഷ്ട്ര അഭയാർത്ഥികളുടെ മനുഷ്യരുടെയും ജീവന് ആരാണ് ഉത്തരം പറയേണ്ടത്? അതിർത്തികൾ അടയ്ക്കുന്നതാണോ അതോ മാനുഷിക പരിഗണനകൾ നൽകുന്നതാണോ ഇതിനുള്ള ശരിയായ പരിഹാരം? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഇത്തരം ലോക രാഷ്ട്രീയത്തിലെ അടിയൊഴുക്കുകളെ കുറിച്ചുള്ള ആഴത്തിലുള്ള വിശകലനങ്ങൾക്കായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ.